നമസ്കാരം. ന്യൂസ് ഫോർക്കിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ആലിയ എന്ന 17 വയസ്സുള്ള +2 വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത. പൊന്നുമോള് പരീക്ഷയ്ക്ക് പോയതാ. പിന്നെ നമ്മൾ വന്നിട്ട് അവര് പ്രായമായവരല്ലേ, അവർക്കും അറിയില്ലല്ലോ. അതായത് വിളിച്ച് കളിച്ച് ഇരിക്കുന്നു, ആരും അതൊക്കെ ശ്രദ്ധിക്കുന്നില്ല. അന്ന് അതുപോലെ ഈ ഇബ്രാഹിം ഇർഫാനയുടെ ആങ്ങളെ ഇബ്രാഹിമാണ് കുഞ്ഞിന്റെ ഫോണിൽ ഏറ്റവും ലാസ്റ്റ് വിളിച്ചേക്കുന്നതെന്ന് പോലീസുകാർ പറഞ്ഞു. അവര് അതിന്റെ സൈബർ സെല്ലിലെല്ലാം കൊടുത്തേക്കുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, അതാണ് ഇതാണെന്നെല്ലാം അവർ അന്വേഷിക്കുന്നുണ്ട്. അവർ 70% അന്വേഷിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ അടുത്ത് പറയുണ്ടായ കാരണം ഇതാണ്, ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുന്നതിന് മുമ്പ് മാത്രമേ പോലീസുകാർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളൂ. 2025 മാർച്ച് മാസം 10-ാം തീയതി രാത്രി 8 മണിക്കും 9 മണിക്കും ഇടയിൽ സ്വന്തം വീടിന്റെ അടുക്കളയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടു. വിളക്കുപാറ മാതാ VHS സ്കൂളിലെ വിദ്യാർത്ഥിനിയായ ആലിയ എന്ന +2 വിദ്യാർത്ഥിനിയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടത്. എന്തിനാണ് ആലിയ ആത്മഹത്യ ചെയ്തത്? ആരാണ് ആലിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത്? അതിനുശേഷം പോലീസ് എടുത്ത നിലപാടെന്താ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ ഇന്നും ബാക്കി നിൽക്കും. ആലിയയുടെ മരണത്തിന് തൊട്ട് മുമ്പുള്ള ദിവസങ്ങളിൽ ആലിയയ്ക്ക് സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് തുറന്നു പറയുകയാണ് ആലിയയുടെ മാതാവും നാട്ടുകാരും ന്യൂസ് 4 കേരളയിലോട്. ഏതായാലും വിശദമായ വാർത്തയിലേക്ക് പോകാം. നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഏരൂർ കരിമ്പിൻ കോണത്താണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു 17 വയസ്സുള്ള പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. ഈ എന്റെ പിന്നിൽ കാണുന്ന വീട്ടിൽ വെച്ചാണ് ഈ ആത്മഹത്യ നടന്നത്. പക്ഷേ ആത്മഹത്യയ്ക്ക് ശേഷവും കുറച്ച് ദിവസങ്ങളായി പോലീസും നാട്ടുകാരുമൊക്കെ ഇരുട്ടിൽ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഈ കുട്ടി ആത്മഹത്യ ചെയ്തതെന്നുള്ള കാരണം ചോദിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നു. പക്ഷേ പോലീസ് പറയുന്നത് ഈ കുട്ടി കുഞ്ഞുനാളിൽ സ്വന്തം അമ്മ ഉപേക്ഷിച്ചു പോയതിന്റെ മനം നൊന്നിട്ടാണ് മരണപ്പെട്ടതെന്നാണ് വാർത്ത. യഥാർത്ഥത്തിൽ അതിന്റെ സത്യം എന്താണെന്ന് നമ്മൾ തേടിപ്പോയി. പോലീസ് പറയുന്നത് കുട്ടി തന്റെ കുഞ്ഞുനാളിൽ അമ്മ ഉപേക്ഷിച്ചു പോയതിന്റെ വിഷമത്തിലാണ് 17ാമത്തെ വയസ്സിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയത്. ആലിയയുടെ ഫോൺ കോളുകൾ പോലീസ് പരിശോധിച്ചപ്പോൾ അവസാനം വിളിച്ചിരിക്കുന്നത് ഇബ്രാഹിമാണ്. അതും ഒരുപാട് സമയം ഇബ്രാഹിം വിളിച്ചിട്ടുണ്ട്. ഈ ആലിയ എന്ന പെൺകുട്ടിയുടെ മരണം ദുരൂഹതകൾ ഒരുപാടുണ്ട്. ആലിയയുടെ അമ്മ തന്നെ ഇപ്പോൾ മുൻപോട്ടുള്ള പരാതിയുമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒന്നും കിട്ടുന്നില്ല. എന്റെ മകളുടെ മരണത്തെക്കുറിച്ച് എന്താണ് നടന്നത് എന്ന് ഒന്നും പറയുന്നില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് പരാതിയുമായി മേലുദ്യോഗസ്ഥരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും നമ്മുടെ കുട്ടികൾ ആത്മഹത്യയിലേക്ക് പോകുന്നതിനുള്ള അവയർനെസ് കൊടുക്കേണ്ടെന്ന കാരണം അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട അധികാരികളും അതോടൊപ്പം തന്നെ പൊതുസമൂഹവുമാണെന്ന് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും നമുക്ക് ഇവിടുത്തെ നാട്ടുകാരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കൊന്ന് കേട്ടോ. താത്ത പേരെന്തുവാ? എന്റെ പേര് ശൈല. ഇവിടെ വീട് എവിടെ? ഞങ്ങളുടെ വീട് തൊട്ടയൽവക്കമല്ലേ? തൊട്ടയൽവക്കത്തെ നമ്മുടെ ശൈല താത്തയാണ്. ശൈല താത്ത, എങ്ങനെയാണ് ഈ കുഞ്ഞിന്റെ സ്വഭാവം? നല്ല സ്വഭാവം? നല്ല സ്വഭാവം ആണോ? നല്ല സ്നേഹമുള്ള മോള. ഇത് എത്രാമത്തെ വയസ്സിലായി ഈ വീട്ടിൽ വന്നത്? ഇത് എത്ര വയസ്സാണ്? എനിക്കിപ്പോ നിങ്ങൾക്ക് എത്ര വർഷം കൊണ്ട് അറിയാം? ഞങ്ങൾക്ക് കുഞ്ഞിനെ തൊട്ടേ അറിയാല്ലേ. നമ്മുടെ ചേട്ടത്തിയുടെ മോന്റെ മോളാ. പഠിക്കാനൊക്കെ എങ്ങനെയായിരുന്നു? നല്ല ഇതാ. ഇത് ഈ സംഭവം നടന്ന ദിവസം താത്ത ഉണ്ട്? അത് ഞാനവിടെ നിസ്കരിക്കുമായിരുന്നു. ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. ഓടി വന്നപ്പോ അത് കണ്ട് അന്നേരത്തിന് പോയി. ഞാൻ വന്നില്ല, ഞാൻ ഇന്നും വരത്തില്ല, എനിക്ക് പറ്റൂലല്ലേ. സർജറി കഴിഞ്ഞിരിക്കുക. ഞാൻ ഇവിടെ വന്ന് നിന്നേ കണ്ടുള്ളൂ. ഈ മരണത്തിൽ എന്തെങ്കിലും എനിക്കറിയത്തില്ല. ഇങ്ങനെ മരിക്കാനുള്ള കാരണം എന്താണെന്ന് ഒന്നും അറിയത്തില്ല. അറിയേണ്ട ആവശ്യമുണ്ടോ? പിന്നെ നമുക്ക് അറിയേണ്ട ആവശ്യമില്ലേ? പിന്നെ എല്ലാവർക്കും അറിയണ്ടേ? കുഞ്ഞല്ലേ. പൊന്നുമോള് പരീക്ഷയ്ക്ക് പോയതാ. പിന്നെ നമ്മൾ വന്നിട്ട് അവര് പ്രായമായവരല്ലേ, അവർക്കും അറിയില്ലല്ലോ എന്താണ്. അപ്പം നമ്മുടെ ശൈലത്താത്തയും നാട്ടുകാരുടെ ഒക്കെ അഭിപ്രായം എന്താണ് ഈ മരണത്തിന് പിന്നിലെ കാരണം എന്നാണ്. അത് അറിയേണ്ടെന്ന ആവശ്യകതയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. വലിയ സംരക്ഷിച്ചിരുന്ന, ഇത്രയും വർഷം സംരക്ഷിച്ചിരുന്ന ഉമ്മയുടെ പേരെന്തോ? റുക്കിയ ബീബി. അടിച്ച കൊച്ചിനെ കണ്ടുപിടിക്കണം എത്രയും പെട്ടെന്ന്. അതിന്റെ എന്താ ഉദ്ദേശം അറിയണം. പോലീസ് അന്വേഷിച്ചു വന്നായിരുന്നു? പോലീസ് പിന്നെ ഇവിടെ വന്നില്ല. ഇവിടെ വന്നപ്പോ നിങ്ങൾ തിരക്കായിരുന്നു? പോലീസ് എന്താ പറഞ്ഞു? ഇല്ല, വന്നില്ല ഇവിടെ. പോയി നിങ്ങൾക്ക് ഇത് യഥാർത്ഥ സത്യം എന്താണെന്ന് അറിയണ്ടേ? അറിയണം. ഈ കൊച്ചെന്താണ് മരണത്തിനുള്ള കാരണം എന്നൊക്കെ അറിയണം. കാക്ക, എന്താ പേരെന്താ? ഈ മരിച്ച പെൺകുട്ടിയുടെ ആരാണ്? പിന്നെ വലിയ ബാപ്പ അല്ലേ? ഈ സംഭവ ദിവസം എന്തെങ്കിലും ആലിയ ഈ സംഭവത്തിന് മുമ്പ് എന്തായാലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഇല്ല. എന്താ കാര്യം ഒന്നും അറിയില്ല? ഒന്നും അറിയത്തില്ല. എന്താണെന്ന് ഒരു കാര്യം അറിയത്തില്ല? ഒന്നും പറഞ്ഞില്ല വീട്ടിൽ. നിങ്ങൾക്ക് അല്ലാതെ ഈ പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും അടിപിടി കേസോ സംഭവങ്ങളോ ഉണ്ടായിരുന്നല്ലോ? ഇല്ല.
ഇല്ല. ഒന്നും കാരണമില്ലാതെ വന്ന് പിന്നെ ആത്മഹത്യ ചെയ്യുക ചെയ്തല്ലേ? ഇവിടെ വന്ന് ഒന്നും പറഞ്ഞില്ല. ഇവിടെ വന്ന് എനിക്ക് 2 ചപ്പാത്തി ഉണ്ടാക്കി വന്ന്, ഒരു മുട്ടക്കറി ഉണ്ടാക്കി വന്ന്, ഞാനിത് വെള്ളമൊക്കെ കോരി കഴിച്ച് നല്ല സന്തോഷമായിട്ട് നിന്നിട്ട് ഒരു 8:30 ചോറുണ്ട്. ഈ 8:45 അന്നേരം ഈ കൊച്ചു ആ റൂമിൽ ഒറ്റയ്ക്ക് കിടക്കുന്നത്. രാത്രി അതിന് ഒറ്റയ്ക്ക് റൂം കൊടുക്കും. അത് അതിനകത്ത് 20 ഫോണും വിളിച്ച് കളിച്ച് ഇരിക്കത്തേ ഉള്ളൂ. ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. അന്നും അതുപോലെ ഇരുന്നു. ഒരു 8:45 നോക്കിയപ്പോൾ അങ്ങനെ തൂങ്ങിക്കുന്നത്. നല്ല ധൈര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു, നല്ല ധൈര്യശാലിയായിരുന്നാണ് പരിസരവാസികളൊക്കെ പറയുന്നത്. ഏതായാലും നമുക്ക് അതിൻ്റെ ദുരൂഹത എന്താണെന്ന് കണ്ടുപിടിച്ചേ മതിയാവൂ. എന്തായിരുന്നു ആലിയയുടെ മരണത്തിനുള്ള കാരണമെന്ന് അതിലെ ദുരൂഹത മാറ്റാൻ ഇതുവരെയും പോലീസിനോ മറ്റ് അധികാരികൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. ആരോടും വഴക്കൊന്നും കൂടുന്ന സ്വഭാവമൊന്നുമില്ലല്ലോ. നല്ലൊരു ഇതായിരുന്നു കൊച്ചു. ആണോ? എല്ലാവരോടും വലിയ കാര്യമായിരുന്നു. അപ്പൊ മരണകാരണം എപ്പോഴാണ് താത്ത അറിഞ്ഞപ്പോഴാണ്? ഞങ്ങളൊരു 8:30 9 മണിയായപ്പോഴാ. 9 മണിയായപ്പോഴല്ലേ? അപ്പം ഓടിച്ചെന്ന് കാണുന്ന എന്താണെന്നല്ലോ? ഞാൻ വന്നില്ല. അപ്പൊ തൂങ്ങി നിൽക്കുന്നത് കാണുന്നു, കഥ അടച്ചിരുന്നത്. വല്ലാത്ത വിഷമമുണ്ടല്ലേ? പിന്നെ നമുക്കത് ഇതെന്താ സംഭവം എന്ന് അറിയാൻ പറ്റത്തില്ല. എനിക്കറിയാം. അത് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഉണ്ട്. ആലിയയുടെ ഉമ്മയുടെ വീടാണ്. നമ്മൾ ആലിയ ഉമ്മയെ തിരക്കി വന്നതാണ്. അപ്പം ആലിയയുടെ ഉമ്മയെ കാണാൻ പറ്റി. അപ്പം എന്താണ് സംഭവം, എന്താണ് ഇതിന്റെ കേസിന്റെ കാര്യങ്ങൾക്കൊക്കെ ആലിയയുടെ ഉമ്മയാണ് ഇടപെടുന്നത്. എന്താണ് സംഭവം എന്ന് നമുക്ക് ആലിയയുടെ ഉമ്മയോട് ചോദിക്കാം. എന്താ പേരെന്താ? ഇപ്പൊ ഈ മരണത്തിന് മുമ്പ് മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു? ഈ മരണത്തിന് ഇപ്പം ഈ നടക്കുന്നതിന് എന്നെ വിളിച്ചിട്ടില്ല. അപ്പം അവളുടെ വാപ്പമാരുടെ ഫോണിലേ ഞാൻ വിളിക്കാറുള്ളായിരുന്നു. അപ്പം വിളിക്കും, അവളുടെ കാര്യങ്ങൾ അന്വേഷിക്കുന്നു, സംസാരിക്കുന്നു. അപ്പം ഈ മരിക്കുന്നതിന് കുറച്ച് ദിവസം മുമ്പ് അവള് ഒരു ഇൻസ്റ്റയിൽ ഒരു ഫോട്ടോ ഇട്ട്. അപ്പം അതിനെപ്പറ്റി വിളിച്ച് പറയാൻ വേണ്ടി ഞാൻ ഈ മരിക്കുന്നതിന് ഒരു 4-5 ദിവസം മുമ്പ് വാപ്പമാരുടെ റുക്കിയത്തുമ്മയുടെ ഫോണിൽ വിളിച്ചപ്പോഴും അവൾ അന്നേരം അത് എൻ്റെ അക്കൗണ്ടിലല്ലേ ഇട്ടത് എന്ന് പറഞ്ഞ് ദേഷിച്ച് ഫോൺ കട്ട് ചെയ്യുക ഉണ്ടായി. അപ്പം ആ ഫോട്ടോ ഈ ചെറുക്കൻ്റെയാണ്. ഈ സ്കൂളിലൊരു അടി ഉണ്ടായെന്ന് പറയുന്നില്ലേ? ഈ സ്കൂളിൽ അടിയുണ്ടായ കൊച്ചിൻ്റെ ആങ്ങളെയാണ് ഇബ്രാഹിം. അവന്റെ ഫോട്ടോയാണ് ഇട്ടിരുന്നത്. അപ്പം അത് കണ്ടിട്ട് ഇട്ടത് സ്റ്റാറ്റസ് ഇട്ടത്. അപ്പം അത് കണ്ടിട്ട് അവളുടെ ബന്ധുവായ വേറുള്ള പിള്ളേരും ഇവളോട് ആ ഫോട്ടോ ഡിലീറ്റ് ചെയ്യാൻ പറയുക, അവളത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യുകയുണ്ടായി. പിന്നെ അത് കഴിഞ്ഞാണ് ഈ സ്കൂളിൽ ഈ പ്രശ്നം ഉണ്ടാവുന്നത്. ഞാൻ അറിയുന്നില്ല. സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചിട്ടില്ല. സ്കൂളിൽ നിന്ന് ഈ ഷാജഹാൻ 2ാമത് കല്യാണം കഴിച്ച ഷീബായാണ് വിളിച്ചത്. കാരണം ആദ്യത്തെ വർഷം +1 ഞാനാണ് അവളെ കൊണ്ടുപോയി മാതേ ചേർത്തത്. ഒരു വർഷം അവൾ ഇവിടെ നിന്നാണ് താമസിച്ചത്. ഇവിടാണ് നിന്നത്. ഇവിടെ നിന്ന് എക്സാമും തീർന്ന് 28ാം തീയതി എക്സാം തീർന്നതിൻ്റെ അന്നാണ് ഇവള് വാപ്പുമായിക്ക് സുഖമില്ലാതെ വാപ്പ വന്ന് വിളിച്ചോണ്ട് പോയത്. തടിക്കാട്ട് വീട്ടിലോട്ട് കൊണ്ടുപോയി. അവിടുന്ന് കുറച്ച് 5-6 മാസം വീട്ടിലാരാണ് ഷീബ ഈ ആലിയയുടെ വാപ്പ 2ാമത് കെട്ടിയ അവരുടെ വീട് അവിടാണ്. ചെറുക്കനും അവരുടെ കൂടെ തന്നെയാണ്. അപ്പം അവിടെ ആയിരുന്നു. അവിടുന്ന് ഇവളെ വളർത്തി വലുതാക്കിയ വാപ്പുമാക്ക് സുഖമില്ല. അപ്പം അവർക്ക് ഹോസ്പിറ്റലിൽ പോകാനൊരു കൂട്ടം എന്നുള്ള രീതിയിൽ അവളെ വീണ്ടും അവർ കൊണ്ടുവന്ന് ഇവിടെ നിർത്തി. അവരും ഇന്നേ വരെ കുഞ്ഞുങ്ങൾക്കൊരു ബുദ്ധിമുട്ട്. ഈ സംഭവം ഞാൻ ചോദിക്കുന്നത്, ഈ മരണസമയത്ത് ഈ പോലീസ് മരിച്ച് അറിഞ്ഞപ്പോഴാണ്? മരിച്ച് 8:45 ഈ സംഭവം നടക്കുന്നത്. ആ സ്പോട്ടിൽ അവിടുന്ന് എൻ്റെ ഹസ്ബൻഡിനെ ആരോ വിളിച്ചു. അവിടെ ചെന്നു. ആ പുള്ളി വിളിച്ചു, എൻ്റെ കുടുംബ വീട്ടിൽ പറഞ്ഞു. കുടുംബ വീട്ടിൽ നിന്നാണ് എന്നെ എളുപ്പം അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഞാൻ വണ്ടി എടുത്ത് അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ പരസ്പരം കരഞ്ഞു നിൽക്കുകയാണ്. അപ്പം എന്താണ് പ്രശ്നം എന്ന് അറിയുന്നില്ല. അപ്പോഴാണ് കുഞ്ഞിങ്ങനെ അറിയുന്നത്. ഇതിനകത്ത് പോലീസ് എന്താണ് പറയുന്നത് ഈ മരണത്തിന് കാരണം? 5-6 ദിവസം ആദ്യത്തെ ഒരു ഇൻക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷൻ ഇടപെട്ടത് നിങ്ങളാണോ? പോലീസിൽ അപ്പോഴും തന്നെ അവിടുത്തെ മൂത്താപ്പ പോയി പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ വന്നു. അവർ എടുക്കേണ്ട നടപടികൾ അവരെ അപ്പോഴേ എടുത്തു. പിന്നെ 10 മണിക്ക് കുഞ്ഞിനെ കൊണ്ടുപോയി. പിന്നെ അടക്കം കഴിഞ്ഞ് പിന്നെ പോലീസുകാരും തിരക്കി വന്നിട്ടില്ല, ഒന്നും അന്വേഷിച്ചിട്ടില്ല. അപ്പം മരണ കാരണം അന്നേരം തൊട്ട് നമ്മൾ സ്കൂളിലൊരു അടിയുണ്ടായ ഒരു പ്രശ്നം പറഞ്ഞല്ലോ ഫസ്റ്റിലെ. അപ്പം അതിൽ നിന്നും ഉണ്ടായ എന്തോ ഒരു ഇതാണ്, അല്ലാതെ വേറുള്ള പ്രശ്നങ്ങളല്ല എന്നാണ് ഞങ്ങളുടെ നിഗമനം. ഈ പ്രേമം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു അജാസ് എന്ന് പറയുന്ന ഒരു ചെറുക്കന് നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഷാഫി എന്ന് പറയുന്ന പയ്യൻ
ആരാന്ന് അറിയില്ലായിരുന്നു. അപ്പം ഒരു ബുക്കിൽ എഴുതി വെച്ച ഷാഫി എന്നുള്ളൊരു പേര് മാത്രമേ നമുക്ക് അറിയുള്ളായിരുന്നു. അപ്പോഴേ ഇബ്രാഹിം ആണോ ഷാഫി എന്നൊരു ഡൗട്ട് ഇതിൻ്റെ ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ അത് ക്ലിയർ ചെയ്യാൻ പറ്റി, ഇബ്രാഹിം അല്ല ഷാഫി. അപ്പം പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയം ഞാൻ ചെല്ലുന്ന അപ്പോൾ 5 ദിവസമായിട്ടും ഒന്നും അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ചെന്നു. ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് എഴുതിക്കൊണ്ടാണ് ചെല്ലുന്നത്. അപ്പം ഗിരീഷ് എന്ന് പറയുന്ന സർക്കിൾ ആ സാറാണ്. അപ്പോൾ ആ സാറ് ആദ്യം ഫസ്റ്റ് എന്നോട് ചോദിച്ചത്, ഞാൻ പറഞ്ഞ ആ സാറേ ഞാനിങ്ങനെ ആലിയയുടെ ഉമ്മയാണ്. അപ്പോൾ സാറിനോട് ചോദിച്ചു, 1.5 വയസ്സിൽ ഉപേക്ഷിച്ച് പോയ നിങ്ങൾ എന്തിനു വന്നു, നിങ്ങൾക്ക് എന്താണ് അവകാശം? അപ്പം ഞാൻ തിരിച്ചു ചോദിച്ചു, സാർ തള്ളയായി ഞാനല്ല, 1.5 വയസ്സിൽ ഉപേക്ഷിച്ചു എന്നൊരു കഥ മാത്രമേ സാറിന് അറിയുള്ളൂ. പക്ഷെ എൻ്റെ കുഞ്ഞിനെ തിരക്കി വരാൻ ഞാനേ ഉള്ളൂ. ഞാൻ അവളുടെ വാപ്പ കൊണ്ട് ഗൾഫിലാണ്, പുള്ളിക്ക് വരാൻ മെഡിക്കൽ ലീവ് കിട്ടിയില്ല, അതുകൊണ്ട് വന്നില്ല. പിന്നെന്ന് പറഞ്ഞാൽ വീട്ടിൽ അവർ വളർത്തി അവർ സുഖമില്ലാത്തവരാണ്. അപ്പം അവർക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നും അവർക്ക് നടക്കാൻ കൂടി വയ്യാത്തവരാണ്. അപ്പോഴും സാറ് പറഞ്ഞു, നിങ്ങളുടെ ഫാമിലി മാറ്റർ ഒന്നും അറിയില്ല, എനിക്കിതിൽ വിഷമമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ സാറേ എന്തായി കാര്യങ്ങൾ? അത് ഷാഫി എന്ന് പറയുന്ന ഇബ്രാഹിം എന്ന് പറയുന്ന ആളല്ല ഷാഫി എന്ന് പയ്യനെ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ വന്നു. അപ്പം അവരുമായി 3 ദിവസത്തെ ചാറ്റിങ്ങേ കുഞ്ഞിനുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ പിന്നെ ആ ഒരു ചാറ്റിങ്ങിൽ ഈ ഇർഫാനെ എന്ന് പറയുന്ന കുട്ടി പിന്നെ ഈ ഇർഫാനയുടെ ആങ്ങളെയാണ് ഇബ്രാഹിം, അവന്റെ ഫ്രണ്ടാണ് ഷാഫി എന്ന് പോലീസുകാർ പറയുന്നു. എനിക്കതിനെപ്പറ്റി അറിയില്ല. അപ്പം അവൻ ഈ ആലിയ കൊള്ളത്തില്ലെന്നും ആലിയയുടെ ഉള്ള കൂട്ട് വേണ്ടെന്നും അവനോട് പറഞ്ഞു, ഷാഫിയോട് പറഞ്ഞു. ഷാഫി അങ്ങനെ ആലിയയെ ബ്ലോക്ക് ചെയ്യുകയുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ വൈരാഗ്യമാണ് ഇർഫാനയോട് സ്കൂളിൽ ചെന്ന് തീർത്തെന്ന് പോലീസുകാർ പറഞ്ഞു. പക്ഷേ അന്ന് മരണത്തിന് പങ്കെടുക്കാൻ വന്ന സ്കൂൾ കുട്ടികൾ ഞങ്ങളോട് പറഞ്ഞത്, മാമി ഇർഫാനെയാണ് ചെരുപ്പ് കൊണ്ട് ഫസ്റ്റ് ഡേ അടിച്ചത് അവിടെ സ്കൂളിൽ. പക്ഷെ എന്താണ് മോളെ കാരണം എന്ന് ഞാൻ അവരോട് തിരക്കി. അപ്പൊ ഇത്രയും മറയ്ക്കാൻ വേണ്ടി ഉണ്ടായൊരു കാരണം കാണുമല്ലോ, അത് ഞാൻ തിരക്കിയപ്പം കുട്ടികൾ പറഞ്ഞു, മാമി കാരണം എന്താണെന്ന് ഞങ്ങൾ കേട്ടില്ല, ഇർഫാനെയാണ് ഫസ്റ്റ് ചെരുപ്പ് കൊണ്ട് ആലിയയെ അടിച്ചത്. ആ അടി വലിയ അടിയായിരുന്നു, വലിയൊരു പ്രശ്നമായി. സ്കൂളിന് വെളിയിലുള്ളവർ വരെ സ്കൂളിൽ വന്നു. അപ്പം സ്കൂളിൽ അന്ന് വേണ്ടപ്പെട്ട ടീച്ചർമാരെല്ലാവരും പുറത്ത് സ്കൂളിൽ പരീക്ഷയ്ക്ക് പോയിരിക്കുകയാണ്. അപ്പം അതെന്താണ് പ്രശ്നം? അപ്പം ആലിയ എൻ്റെ മകളായ ആലിയ പരീക്ഷ എഴുതാതെ നിന്നപ്പം അവിടെ വന്നപ്പോൾ ടീച്ചർമാർ കുഞ്ഞിനെ അന്വയിപ്പിച്ച് എക്സാം എഴുതിപ്പിച്ചു. ഈ ഇർഫാന എന്ന് പറയുന്ന കുട്ടിയും അവൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ അവൾ ഇത് എക്സാം എഴുതി ഇവരെ രണ്ടുപേരെയും കൈ കൊടുത്താണ് ടീച്ചർമാർ വീട്ടിൽ വിട്ടത്. അപ്പം ഇർഫാനയുടെ വീട്ടിൽ നിന്നും ആളെ വിളിച്ചു, രക്ഷകർത്താവിനെ. ആലിയയുടെ വീട്ടിൽ നിന്നും വിളിക്കുന്നത് ഈ രണ്ടാനുമ്മ ഷീബ എന്ന് പറയുന്ന അവരെയാണ് വിളിച്ചത്. അപ്പം അവരുടെ കൂടെ അല്ല എന്ന് പറഞ്ഞു. പക്ഷെ അവര് നമ്മളെ ഒന്ന് വിളിച്ചറിയിച്ചില്ല സ്കൂളിൽ നടന്ന സംഭവം. അപ്പം ഞങ്ങൾ ആരും സ്കൂളിൽ നടക്കുന്ന സംഭവം ഞങ്ങൾ ആരും അറിയുന്നില്ല. അങ്ങനെ കുഞ്ഞിത് ഒരു 8 മണി വരെയും ഇവള് ഓൺലൈനിൽ ഉണ്ടായിരുന്നെന്ന് എല്ലാവരും പറയുന്നു. 8 മണിക്കും 8:45 ഇടയ്ക്കാണ് ഈ സംഭവം ഉണ്ടായേക്കുന്നത്. അപ്പം കുട്ടി വന്നു. അപ്പം ഈ ഇതിനു മുമ്പ് സ്കൂളിൽ എന്തോ കുട്ടികളുമായിട്ടൊരു വഴക്കുണ്ട് എന്ന് പാപ്പുമ്മയോട് പറഞ്ഞിരുന്നു. പക്ഷേ ഇത്രയും വലിയൊരു വഴക്കുണ്ടാവാനുള്ള കാരണം എന്താണ്? എനിക്ക് ഒരു കൊച്ചിനെ ഒരു ബ്ലോക്ക് ചെയ്തെന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവുമോ? അവന്റെ അപ്പം പോലീസുകാർ അന്വേഷിച്ചപ്പം ഈ ഇർഫാനയുടെ ആങ്ങളെ ഇബ്രാഹിമാണ് കുഞ്ഞിന്റെ ഫോണിൽ ഏറ്റവും ലാസ്റ്റ് വിളിച്ചേക്കുന്നതെന്ന് പോലീസുകാർ പറഞ്ഞു. അവര് അതിന്റെ സൈബർ സെല്ലിലെല്ലാം കൊടുത്തേക്കുന്നു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ, ഇതാണെന്നെല്ലാം അവർ അന്വേഷിക്കുന്നുണ്ട്. അവർ 70% അന്വേഷിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ അടുത്ത് പറയുണ്ടായ കാരണം ഇതാണ്. പിന്നെ അവര് ആ ലാസ്റ്റ് കുഞ്ഞിനെ ഇത് നമ്മുടെ ആംബുലൻസ് കയറ്റി കൊണ്ടുപോകുന്നതിന് മുമ്പ് മാത്രമേ പോലീസുകാർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളൂ.
അപ്പം പോലീസുകാർ നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ളൂ. അപ്പൊ അതിനെപ്പറ്റി പിന്നെ ഒരു കാര്യങ്ങളും പോലീസുകാർ തിരക്കിയിട്ടില്ല, ചോദിച്ചിട്ടില്ല. അപ്പൊ എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ അറിയണം. എന്താണ് സത്യാവസ്ഥ അറിയണം. എന്താണ് കാരണം? ആരെങ്കിലും എന്തെങ്കിലും ഈ പറയുന്ന ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുടെ ഒരു പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണോ സംശയമുണ്ടോ? സംശയമുണ്ട്. കാരണം എന്റെ കുട്ടിയുടെ ഫോണിൽ ഏറ്റവും ലാസ്റ്റ് വന്ന കോൾ അവന്റെയാണ്. പിന്നെ അവന്റെ പെങ്ങള് കൊച്ച് എക്സാം എഴുതി വീട്ടിൽ പോയ കുഞ്ഞാണ്. എക്സാം എഴുതി പോയ പിന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയില്ല. അല്ല, എന്റെ കുഞ്ഞ് മരിച്ചു എന്നറിഞ്ഞതിന് ശേഷമാണ് ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. അപ്പം നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കേസുണ്ട് എന്ന് പറഞ്ഞു പോയാൽ അഡ്മിറ്റ് ആവാം. അപ്പം നമുക്കത് നമ്മൾ ഒരു കാരണത്തിന് ചിലപ്പം പോവാം. പക്ഷേ ആ 2 മണിക്കൂർ ഇരുന്ന് എക്സാം ഒരു എല്ല് പൊട്ടിയ കുഞ്ഞിന് 2 മണിക്കൂർ ഇരുന്ന് എക്സാം എഴുതാൻ പറ്റില്ല. ഞരമ്പ് പൊട്ടിയ ഒരു കുഞ്ഞിന് 2 മണിക്കൂർ ഇരുന്ന് എക്സാം എഴുതാൻ. അതെ, അതിനെല്ലാം ഒരു വിശദമായ അന്വേഷണം വരണം. ഞാൻ അതിന് എവിടെ വരെ ഏത് അറ്റം വരെയും പോകാൻ ഞാൻ തയ്യാറാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഫസ്റ്റിലെ നമ്മുടെ മുറ്റത്ത് എല്ലാ കാര്യത്തിനും നമ്മൾ ഓടി ചെല്ലുന്നത് ഏരു സ്റ്റേഷനാണ്. അപ്പം ആ ഏരു സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അവരുടെ വീണ്ടും ഞാനൊരു പരാതി കൊടുത്തേക്കുന്നതിൽ തുടർന്നുള്ള ഇത് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ട് നമ്മളെ വിളിപ്പിക്കും എന്നാണ് സാർ പറഞ്ഞേക്കുന്നത്. നീതി കിട്ടട്ടെ എന്ന് ആശംസിക്കാം. ആലിയയുടെ മരണം ദുരൂഹമായ അവസ്ഥയിലാണോ അതോ മരണത്തിനകത്ത് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാതാപിതാക്കളും അതുപോലെ എല്ലാം മറ്റുള്ള നാട്ടുകാർക്കെല്ലാം ആഗ്രഹമുണ്ട്. ഏതായാലും അങ്ങനെ ഒരു സംഭവം നടക്കട്ടെ എന്ന് ആശംസിക്കാം അല്ലേ? അതെ അതെ. ഏതായാലും ഈ ദുരൂഹതകൾ മാറ്റി ഉടൻ തന്നെ ഇതിന്റെ സത്യം പുറത്തു കൊണ്ടുവരുവാൻ വേണ്ടി പോലീസ് എത്രയും വേഗം നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഇവിടുത്തെ നാട്ടുകാർക്കും ഇവരുടെ ബന്ധുക്കൾക്കും പറയാനുള്ളത്. ആലിയയുടെ മരണത്തെ ദുരൂഹത എത്രയും വേഗം മാറുമെന്ന ശുഭപ്രതീക്ഷയാണ് നമുക്കുള്ളത്. അങ്ങനെ മാറട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം.